ഈ പരാതിക്കാരനായ ഷോൺ ജോർജ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ഷോൺ ജോർജ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടരന്വേഷണത്തിന് വേണ്ടി നീക്കങ്ങൾ ആരംഭിക്കുമ്പോഴും കേരളത്തിലെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ അതിനെ കാര്യമായി എടുക്കുന്നേയില്ല. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് CPM ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം ഇതൊക്കെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് BJP ഈ ഏജൻസികളൊക്കെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. BJP-യുടെ കൂലിപ്പണിക്ക് വേണ്ടിയാണ് ED ഇവിടെ എത്തിയിരിക്കുന്നതെന്നാണ്. പ്രതിപക്ഷമാകട്ടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ വരവിനെ ഏതെങ്കിലും തരത്തിൽ ഫലപ്രദമായ, അതായത് റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ഇടപെടലായി കാണുന്നുമില്ല. കാരണം ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് CPM-ഉം BJP-യും തമ്മിലൊരു ഒത്തുകളി നടന്നിട്ടുണ്ട്. വെറുതെ വന്ന് വിരട്ടുകയല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന നിലപാടാണ് ഉള്ളത്. പരാതിക്കാരനായ ആളെന്ന നിലയിൽ ശ്രീ ഷോൺ ജോർജ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കാര്യത്തിൽ നടത്താൻ പോകുന്ന തുടരന്വേഷണത്തിൽ താങ്കളുടെ വിശ്വാസം എത്രത്തോളമുണ്ട്? ആദ്യമേ തന്നെ പറയട്ടെ, ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു സുപ്രഭാതത്തിൽ ചാടി വീണ് ഒരു ECIR രജിസ്റ്റർ ചെയ്തതല്ല. ഇത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന SFIO അന്വേഷണത്തിന്റെ ഭാഗമായി മാത്രമേ ഇത്തരത്തിലുള്ള ECIR അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ SFIO നടത്തിയിട്ടുള്ള പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ 447 അനുസരിച്ചുള്ള ക്രൈം CMR-ലും അതുപോലെ തന്നെ എക്സാലോജി കമ്പനിയും വീണ വിജയനും നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് അവർ സമർപ്പിച്ചിട്ടുണ്ട്. ആ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ECIR റിപ്പോർട്ട് ED സമർപ്പിച്ചിട്ടുള്ള, ED ഇതിനകത്ത് എൻ്റർ ചെയ്തിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നു. ED മാത്രമല്ല, SFIOയുടെ അന്വേഷണം പൂർത്തിയാകണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് CBI കൂടി കടന്നു വരേണ്ടതുണ്ട്. ഇത് ഒന്നാമത്തെ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ക്രൈം നടന്നിട്ടുണ്ടോ? രണ്ടാമത്തെ ഘട്ടത്തിൽ ഇത് എന്തിനു വേണ്ടി നടന്നു? മൂന്നാമത്തെ ഘട്ടത്തിൽ ഇത് ആരൊക്കെ വാങ്ങിച്ചു? അങ്ങനെ ഈ കേസിന് മുമ്പോട്ടുള്ള പ്രയാണത്തിൽ 3-4 ഘട്ടങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടി നടന്നു? ഈ സംസ്ഥാനത്തെ കരിമണൽ കൊള്ള ചെയ്യുന്നതിന് കൂട്ടുനിന്നതിനുമാണ് ഒരു ഘട്ടമെങ്കിൽ, അത് മാത്രമല്ല മുഖ്യമന്ത്രി വഴി ആനുകൂല്യങ്ങൾ പറ്റിയ പലരും ഈ ഷെൽ കമ്പനികൾ വഴി പൈസ വീണ വിജയനിലേക്ക് കൊടുത്തിട്ടുണ്ടെന്ന് സംശയിക്കപ്പെടുന്നു. ഇതെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഡ്രിൽ മാഷ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂലിപ്പണിക്കാരാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കാര്യം മാത്രം പറയാം. ഇവിടെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് നടന്നപ്പോൾ അതിനെ രാഷ്ട്രീയ പ്രേരിതമാണ്, ഇലക്ഷന്റെ വേണ്ടിയുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ കേരളത്തിലേക്ക് വന്ന ഈ അന്വേഷണത്തെ ഇപ്പൊ ഇവിടെ ഇന്ന് പ്രതിപക്ഷം മിനിഞ്ഞാന്ന് പ്രതിപക്ഷം പറഞ്ഞു BJP-യും CPM-ഉം തമ്മിലുള്ള അന്തർധാര സജീവമാണ്. എവിടെ പോയി മാസപ്പടി കേസ്? അദ്ദേഹം നാക്ക് വളച്ചിട്ട് 3-ാമത്തെ ദിവസം ED ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നു, ഈ കേസിലേക്ക് എൻ്റർ ചെയ്തിരിക്കുന്നു. ഇന്ന് അദ്ദേഹം പറയുകയാണ് ഇതൊരു വേരട്ടാണ്. ഇത് എന്താണ് പറയുന്നത്? ഇവിടെ ഇലക്ഷൻ ഇല്ലാത്ത ഒരു കാലഘട്ടം ഇനി നമ്മുടെ ഈ അടുത്ത 3 വർഷത്തിനുള്ള ഇല്ല. 2024 ഇപ്പം നടക്കാൻ പോകുന്ന ലോക്സഭ ഇലക്ഷൻ, 2025 പഞ്ചായത്ത് ഇലക്ഷൻ, 2026 നിയമസഭ ഇലക്ഷൻ, ഇതിനൊക്കെ വേണ്ടി ഇത്തരം ഗുരുതരമായ ഒരു കുറ്റം ഒരു കേന്ദ്ര ഏജൻസി കണ്ടില്ലെന്നടിക്കണം. അപ്പോൾ ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റാണ്. അഡ്ജസ്റ്റ്മെന്റ് ആളുകൾ ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, 2021 ED ഇതിനു മുമ്പ് വന്നതല്ലേ, എന്നിട്ട് ED എവിടെ പോയി? അവിടെ ഞാൻ കൃത്യമായി പറയാം, ഞാൻ ഇതേ പരാതി EDക്ക് മുമ്പിലും അധികൃതർ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി, പരാതി പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. എനിക്കറിയാൻ കഴിഞ്ഞൊരു കാര്യം, അന്ന് ഈ കേസ് എവിടെ നിന്ന് ആരംഭിച്ചു? CMRL-ൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ എൻക്വയറി, റെയ്ഡ്, ചോദ്യം ചെയ്യൽ, ഇതിൽ നിന്നുമാണ് കൃത്യമായി ഈ കേസ് രൂപപ്പെട്ടത്. ആ കേസ് രൂപപ്പെട്ടപ്പോൾ അവിടേക്ക് എക്സാലോജിക്ക് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള കമ്പനികൾ വന്നു. അങ്ങനെ വന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു? എക്സാലോജി കമ്പനി ഡോർമെന്റ് ആക്കാൻ അപേക്ഷ കൊടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് നിന്ന് എക്സാലോജി കമ്പനിക്ക് ക്യാഷ് ഹാൻഡ് ഓവർ ചെയ്ത് എംപവർ ഇന്ത്യ ആ ലൈസൻസ് റിസർവ് ബാങ്കിന് കൊടുത്ത് എംപവർ ഇന്ത്യ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന CMRനെ സംബന്ധിച്ച് അവർ ക്രമക്കേട് നടത്തിയെന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിനെ സമീപിക്കാനുള്ള അവരുടെ ആനുകൂല്യം പറ്റിക്കൊണ്ട് അവർ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിനെ സെറ്റിൽമെന്റിനായി സമീപിച്ചു. 1.5 വർഷക്കാലം ആ സെറ്റിൽമെന്റ് ബോർഡിന്റെ പരിഗണനയിൽ ആ വിഷയം ഇരുന്നുകൊണ്ട് തന്നെ അവർക്ക് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ലഭിച്ചു. അതിനുശേഷം ഈ കേസ് എവിടെ നിന്നും ആരംഭിച്ചു നമ്മൾ ചിന്തിക്കണം. അതിനുശേഷം ഇപ്പൊ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ പോലെ 2 കമ്പനി തമ്മിൽ സുതാര്യമായ ഇടപാട് നടക്കുന്നത്, നിങ്ങൾക്ക് എന്താ കുഴപ്പം? ആ ചോദ്യം അവിടെ അവശേഷിച്ചിരുന്നു. പക്ഷേ ഈ CMRL എന്ന് പറയുന്ന കമ്പനിയിൽ പൊതുമേഖലാ സ്ഥാപനമായ KSADCക്ക് 13.4% ഷെയർ ഉണ്ടാകുകയും
ഇവർ തിരിമറി നടത്തുന്ന 132 കോടി രൂപയിൽ 18 കോടി രൂപ KSIDCക്ക് നഷ്ടമുണ്ടാകുകയും ആ KSIDCക്ക് നഷ്ടമുണ്ടായ വിഷയത്തിൽ റിലേറ്റഡ് കമ്പനി എന്ന് പറയാവുന്ന മുഖ്യമന്ത്രിയുടെ ഭരണകർത്താവിന്റെ മകളുടെ കമ്പനിക്ക് കൃത്യമായ അതിൽ ഒരു പങ്കുണ്ടാകുകയും ചെയ്തിടത്താണ് ഈ കേസ് പുനരാരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കേസ് ശരിയായ ദിശയിൽ തന്നെ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. SFI ഓർഡർ എൻക്വയറി തുടങ്ങിയിട്ട് അല്ല ഷോൺ, അത് ശരി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളെ താങ്കൾ പരിഹസിച്ച് തള്ളിക്കളയുന്നത് ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഈ സംശയങ്ങളുടെ ഒരു മറുഭാഗം കൂടി ഉണ്ടല്ലോ. അതായത് എവിടെ പോയി സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം, എവിടെ പോയി ലൈഫ് മിഷൻ കോഴ കേസിൽ അന്വേഷണം, എവിടെ പോയി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം? ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിൻ്റെ തുടർച്ചയായിട്ടാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അതുപോലെ ഒരു പ്രഹസനമായി ഇതും മാറാൻ പോകുന്നു എന്ന്. പക്ഷേ ഷോണിന് ഈ കാര്യത്തിൽ മറിച്ചൊരു അഭിപ്രായവുമാണ്. തീർച്ചയായിട്ടും ഞാൻ ആ വാദത്തെ അനുകൂലിക്കുകയാണ്. കാരണം എല്ലാവർക്കും എന്നോട് ഞാൻ റോഡിൽ ഇറങ്ങുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്നാ വീണയെ അറസ്റ്റ് ചെയ്യുന്നു, എന്നാണ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നത്? ഈ ചോദ്യം ഈ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ 8 വർഷത്തെ കാലഘട്ടം കൊണ്ട് മടുത്തിരിക്കുന്ന ഓരോ മലയാളിയുടെയും ഉള്ളിലെ ആഗ്രഹമാണ് പലപ്പോഴും നമ്മളോട് ചോദിക്കുന്നത്. എന്ന് വെച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ രാവിലെ ഇറങ്ങി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഇപ്പോൾ തന്നെ ഇത്രയേറെ തെളിവുകളുള്ളൊരു വിഷയത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ ചെയ്തത് എന്താ? നമുക്ക് 1 മാസം മുമ്പ് വരെ നിയമസഭ ഉണ്ടായിരുന്നല്ലോ. ആ നിയമസഭയിൽ ഇത്രയും ശക്തമായ തെളിവുകളോടുകൂടി കേരള ഹൈക്കോടതിയുടെ പരിഗണന വന്ന് ഒരു അന്വേഷണം ആരംഭിച്ച് കൃത്യമായ തെറ്റുണ്ടെന്ന് ഹൈക്കോടതി പരാമർശിക്കുക വരെ ചെയ്തിട്ടുള്ള ഒരു കേസിൽ പ്രതിപക്ഷം എന്താ നിയമസഭയിൽ ചെയ്തത്? ഇതിനു മുമ്പ് നമ്മൾ കുറെ ചരിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ബാറകോഴ ഉണ്ടായ സമയത്ത്, സോളാർ വിഷയം നടന്ന സമയത്ത് ഒക്കെ കേരള നിയമസഭയിൽ അന്ന് CPM പ്രതിപക്ഷത്തായിരുന്നു. അവരെന്താ ചെയ്തതെന്ന് നമ്മൾ കണ്ടു. അതിനു മുമ്പ് നമുക്കറിയാം PJ ജോസഫിന്റെ കേസുണ്ടായ സമയത്ത്, TU കുരുവിളയുടെ വനം കയ്യേറ്റവുമായി ബന്ധപ്പെട്ട കേസുണ്ടായ സമയത്ത് അന്നൊക്കെ കോൺഗ്രസ് ആയിരുന്നു, പ്രതിപക്ഷമായിരുന്നു. നിയമസഭയെ വിറപ്പിച്ചുകൊണ്ട് അവിടെ ആ മന്ത്രിമാരെ രാജിയിലേക്ക് കൊണ്ടുപോകാൻ കോൺഗ്രസ് കഴിഞ്ഞു. ഇത് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഇത്രയും ശക്തമായ ഒരു ആരോപണവും അതിന് വ്യക്തമായ തെളിവുകളും ഉണ്ടായിട്ട് എന്തു ചെയ്യാൻ കഴിഞ്ഞു കോൺഗ്രസിന്? ഞാനിപ്പോ അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് കിടക്കട്ടെ. ഈ നമ്മുടെ വിവിധ കേസുകൾ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ 2 വർഷക്കാലമായി കൃത്യമായി എല്ലാ കേസുകളിലും മുഖ്യമന്ത്രിയെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എവിടെയൊക്കെ പോയി, ഇത് മാത്രമല്ല നിരവധി അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് എവിടെ എത്തിയാലും നമുക്ക് ഒരു ചുറ്റുവട്ടത്തിന് അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടത്ത് വരെ നിൽക്കുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക്. ഞാൻ പറഞ്ഞേ, കഴിഞ്ഞ ദിവസം പറഞ്ഞു സ്വർണ്ണക്കടത്ത് കേസുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ എത്ര പേരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അത് മുഖ്യമന്ത്രിയിലേക്ക് എത്താതിരിക്കാൻ വളരെ ആസൂത്രിതമായ ഒരു പ്ലാനിങ് ഇവർ നടത്തിയിരുന്നു. ആകെപ്പാടെ തെറ്റിപ്പോയത് ഈ ഒരൊറ്റ പ്ലാനിങ്ങേ ഉള്ളൂ. അവിടെ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഇവരുടെ ആസൂത്രണമായ ഇവരുടെ പ്ലാനിംഗ് അനുസരിച്ചിട്ടാണോ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കുന്നത്? ശ്രീ ഷോൺ, അതൊക്കെ ഒരു ബാലിശമായ ഒരു വാദമല്ലേ? അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പ്ലാനിംഗ് നടന്നു, ആസൂത്രണം നടന്നു, ഇതിനപ്പുറത്തേക്ക് പോകരുത്, അതനുസരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവിടെ തടയപ്പെട്ടു. ഇതൊക്കെ എങ്ങനെയാണ് വിശ്വാസത്തിൽ നമുക്ക് പരിഗണിക്കാൻ കഴിയുക? ഞാൻ പറഞ്ഞതിനെ അങ്ങ് ദുർവ്യാഖ്യാനം ചെയ്തതാണ്. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്ലാനിങ് എൻക്വയറിയെ കുറിച്ച് നടന്നെന്നല്ല. പക്ഷേ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ഇടപാടുകളിലും ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞാൽ, കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് മുഖ്യമന്ത്രി. ഞാൻ പറയല്ലേ, ഞാൻ കഴിഞ്ഞ 2 വർഷമായി ഫോളോ ചെയ്തതിൽ എനിക്ക് ആകെപ്പാടെ എത്തിപ്പെടാൻ കഴിഞ്ഞ ഈ ഒരു കേസിൽ മാത്രമാണ്. നേരത്തെ 6 or 7 കേസുകളിൽ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഇവര് ഈ കമ്പനികളുമായി ബന്ധപ്പെട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ടോറസ് ഭൂമി ഇടപാട് മുതൽ നിരവധി കമ്പനികൾ. അവിടെ ഒരു കമ്പനിയുടെ ഓഫീസ് തപ്പിപ്പിടിച്ച് പോയപ്പോൾ അവിടെ ഒരു 70 വയസ്സുള്ള ഒരു അമ്മച്ചി മീൻ പറത്തോണ്ടിരിക്കുക. കേരളത്തിലെ ഒരു വലിയ സ്ഥാപനത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസാണത്. ഞാൻ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് കടക്കാൻ പലപ്പോഴും കഴിയാതെ വന്ന സാഹചര്യമുണ്ട്. ഞാൻ അതിനൊന്നും ന്യായീകരിക്കുന്നില്ല. പക്ഷെ ഇന്നലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു സാധാരണക്കാരൻ എന്ന നിലയിലും എനിക്ക് ഏറെ ആശ്വാസം നൽകി. ഇന്നലെ കണവന്നൂർ ബാങ്കിനെ സംബന്ധിച്ച് അവിടുത്തെ സ്ഥാനാർത്ഥി ചോദ്യം ഉന്നയിച്ചപ്പോൾ അവിടെ കാശ് പോയ ഓരോരുത്തർക്കും ആ കാശ് തിരികെ കൊടുക്കാനുള്ള നടപടി ഉണ്ടാവും. അവിടെ ആരൊക്കെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടോ അവരെ എല്ലാം തുറുങ്കിലടക്കാനുള്ള നടപടി ഉണ്ടാവുമെന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞത് വേറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ നോക്കിക്കണ്ടത്. സംബന്ധിച്ച് KSIDCയും CMRലും കംപ്ലീറ്റ് ചെയ്തോളൂ. അല്ല, KSIDCയും CMRലും എക്സാലോജിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ കേസ്
ഇത് എവിടെ എത്തുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട്. അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക തന്നെ. ശരി.